എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ തേങ്ങയൊന്നും വേണ്ട, ഇതിന് വെജിറ്റബിൾസ് ഒന്നും വേണ്ട തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 25 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണമെന്നില്ല, ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാകും. അപ്പം ഞാനിതാ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതായത് ഇഞ്ചിയുടെ കുത്തൽ കൂടുതലായിട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ നീര് മാത്രം നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ അമ്മയാണ്. അപ്പം അതിന് മുന്നേ ഞാനൊരു ഏത്തപ്പഴ പച്ചടി അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും പോയി ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു 25 ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതുപോലെ കൊത്തി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളി ചേർക്കുന്നതാണ് എപ്പോഴും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കളറ് മാറുന്നിടം വരെയാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറുത്തിട്ട് വരാം. ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇവിടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണേ. ഓണത്തിന് മാത്രമല്ല, അല്ലാത്ത സമയത്ത് വെജിറ്റബിൾസ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറിക്കുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയും കൂടെ വേണം. പിന്നെ നമ്മൾ ആ പാനിൽ തന്നെ നമ്മൾ നേരത്തെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാവേ. അത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കളറ് മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണേ. അപ്പോൾ കോരി മാറ്റിയതിന് ശേഷമാണ് ഞാനിവിടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോരി മാറ്റാതെ തന്നെ ഡയറക്റ്റ് ഉള്ളിലേക്ക് പൊടിയിട്ട് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി 1/8 സ്പൂണോളം ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒത്തിരി നേരം ഇളക്കണമെന്നില്ല, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നിടം വരെ ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പമുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി കൂടി പോകാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ തിളച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് കുറുകുകയും ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ശർക്കരയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ പുളി വേണമെങ്കിൽ കൂടുതൽ പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര വേണമെങ്കിൽ വലിയ ശർക്കരയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ പുളിയും എരിവും മധുരമൊക്കെ ആയിട്ട് എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ അതിലേക്കൊന്ന് താളിക്കുകയും കൂടെ വേണം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.